ഇന്ത്യക്കാരുടെ, അതായത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് തൊഴിൽ തേടി അമേരിക്കയിലേക്കും മറ്റു ദേശങ്ങളിലേക്കും പോകുന്നവര്, അവരുടെ ഒരു അവസ്ഥ, അവരുടെ ബുദ്ധിസ്ഥിരതയെ പറ്റി നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. കാരണം തൊഴിൽ ഇന്ത്യയിൽ ഇല്ലേ? ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പോലെയാണ്. കേരളത്തിൽ തൊഴിലില്ലേ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ 40 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജീവിക്കുന്നത്. അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഇവിടുത്തെ മലയാളികൾക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ? ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ചെയ്യാവുന്ന ജോലികളല്ലേ? ഇവിടെ മാന്യമായ കൂലി ഉണ്ട് താനും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ ഞാൻ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടു. അപ്പോൾ അയാൾ എക്കണോമിക്സ് MA പഠിച്ച കുട്ടിയാണ്. ജോർജ് എവിടെയാണ്, ജോലിയൊക്കെ ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിദേശത്താണ്. വിദേശത്ത് ഏത് രാജ്യത്ത്? അപ്പൊ രാജ്യവും പറഞ്ഞു, ഒരു ഗൾഫ് കൺട്രി അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ്, എത്ര ശമ്പളം ഉണ്ട്, നല്ല മാന്യമായ ശമ്പളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞ ശമ്പളം എനിക്ക് അത്ഭുതം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, എടോ, ഈ ശമ്പളത്തിന് താൻ എന്തിനാണ് ഗൾഫിൽ പോയി കിടക്കുന്നത്? ഇവിടെ താന് ഒരു 20 ദിവസം ജോലിക്ക് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കൂലി തനിക്ക് കിട്ടുമല്ലോ. അപ്പൊ അതല്ലേ ഏറ്റവും നല്ലത്? തന്റെ കുടുംബത്തോടൊപ്പം തനിക്ക് കഴിയാം, അതായത് തന്റെ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും ഒപ്പം തനിക്ക് കഴിയാം. അതുപോലെ തന്നെ പൈസയും കിട്ടും. അപ്പൊ പറയാണ്, ടീച്ചറെ, മാനുവൽ ലേബർ ചെയ്യാൻ പോകുന്നത് നാണക്കേടല്ലേ? അത് തന്നെയല്ല, പെണ്ണ് ചോദിച്ചു എന്ന് ആര് പെണ്ണ് തരുമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. കാരണം നിങ്ങൾ ഓരോരുത്തരും ഗൾഫിൽ ജോലിയുള്ളത് എന്നൊക്കെ പറഞ്ഞ്, അവിടെ ജോലി ഇവിടെ ജോലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുത്ത അപ്പൊ ഈ ഗൾഫിലൊക്കെ ജോലിയാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും വീട് വിറ്റുപോലും സ്ത്രീധനം കൊടുത്ത് എന്റെ മകള് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച ആപാത ചൂടം സ്വർണവും മറ്റെല്ലാ വിശിഷ്ട സാധനങ്ങളും കൊടുത്ത് മകളെ പറഞ്ഞയക്കും. പിന്നെ നമുക്കറിയാം, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചും ഒക്കെ ചിലപ്പോ കൊന്നൊക്കെ ഇരിക്കും കേട്ടോ. എങ്കിലും ഇങ്ങനെയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. അപ്പൊ ഒരു പടി ചിന്തിക്കുക, ഗൾഫിൽ എന്ത് ജോലിയാണ്, അത് നിജസ്ഥിതി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയല്ല പലരും ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. ഇത് സ്വന്തം അനുഭവമാണ്. അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടി, ആ കുട്ടി കള്ളം പറയില്ല. അതുകൊണ്ടാണ് ആ കുട്ടി സത്യസന്ധമായി പറഞ്ഞത്, വിവാഹ മാർക്കറ്റിൽ ഒരു വിലയും കിട്ടില്ല ടീച്ചറെ, ഇവിടെ കളയും പണിയും ഒക്കെ ആയിട്ട് ഇരുന്നാല്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിട്ടുമായിരുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തില് ഗൾഫിൽ ജോലിക്ക് പോകുന്നത്. ആ കുട്ടി എന്നോട് സത്യസന്ധമായി പറഞ്ഞതാണ്. ഇതാണ് പലരും ചെയ്യുന്ന കാര്യങ്ങള്. വിദേശത്താണ് കുട്ടിയെ കെട്ടിച്ചിരിക്കുന്നത്, വിദേശത്ത് ജോലിയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ 8 വട്ടം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് അവന്റെ ജോലി, എന്താണ് അവിടെ ആണോ പെണ്ണോ ആകട്ടെ ചെയ്യുന്നത്. ആരായാലും കറക്കാൻ ചീറ്റിൽ പെട്ടവരായി കൂടുന്നില്ല. അത് ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ പെണ്ണ് കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പോയി ജോലി ചെയ്യുന്ന ഒരവസ്ഥ അത് കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ട്. എന്നോട് ഈ കഥ പറഞ്ഞത് 10-20 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. അപ്പൊ അന്നേ ഈ കഥ ഇന്ത്യയിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ട്. പെണ്ണ് കിട്ടാനും മറ്റതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഗൾഫിൽ പോവുക. ഇവിടെ തൂപ പിടിച്ച് കളക്കണം, നാണക്കേടാ. അവിടെ ചെന്ന് പിന്നെ പ്രായമായവരുടെ മലവും മൂത്രവും എടുക്കുകയോ എന്ത് ജോലി ചെയ്താലും ഒരു നാണക്കേടുമില്ല. അതാണ് മലയാളിയുടെ പൊയ്മുഖം എന്ന് പറയുന്നത്. ഈ പൊയ്മുഖം അഴിച്ചു മാറ്റിയാൽ മാത്രമേ മലയാളിക്ക് മേൽഗതിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ 40 ലക്ഷത്തിലധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഒരു നല്ല ഭാഗം അവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ്. അവർ ജോലി ചെയ്തിട്ടാണ്, അവർ വെറുതെ ഇരുന്നിട്ടല്ല. പക്ഷേ ആ തൊഴിൽ നമ്മുടെ യുവാക്കൾ ചെയ്യുകയും ആ പണം ഇവിടെ തന്നെ ഫ്രക്ടിഫൈ ചെയ്യുകയും ഇവിടെ തന്നെ പുനരുൽപാദനകമായ രീതിയിൽ ചെലവഴിക്കപ്പെടുകയും ചെയ്താൽ കേരളത്തിന്റെ അവസ്ഥ എത്ര മെച്ചപ്പെട്ടതായിരിക്കും. അത് എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ മനസ്സിലാക്കാത്തത്? എന്തിനാണ് അവർ ഈ സ്നോബിഷ്നസ്, ഈ മൂടുപടമിട്ട് മുഖം മിനുക്കി ലോകത്തിന്റെ മുൻപിൽ കാപട്യം കാണിച്ചുകൊണ്ട് നടക്കുന്നത്? അതിന്റെ പ്രതിഫലനമാണല്ലോ ഇവിടെ എന്താ പറയുക, മയക്കുമരുന്ന്, പിന്നെ മദ്യം, അതുപോലെ ഒരു ഗുണ്ടാരാജായി കേരളം മാറിക്കഴിഞ്ഞു. വയസ്സ് രാത്രിയാവണ്ട, പണ്ടൊക്കെയാണ് ഈ രാത്രിയിലാണ് പെൺകുട്ടികൾക്ക് തന്നെ നടക്കാൻ പേടിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ ഒരു സമയത്തും പെൺകുട്ടികൾക്കോ കുഞ്ഞുങ്ങൾക്കോ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അത് എന്തുകൊണ്ട് വന്നു? ഈ സ്നോബിഷ്നസ്, ഈ കപട മുഖം, പൊയ്മുഖം. ഈ പൊയ്മുഖം മലയാളി എടുത്തു മാറ്റിയാലേ മലയാളിക്ക് രക്ഷയുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ എൻ്റെ പ്രായത്തില് 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പറമ്പിലിറങ്ങി പച്ചക്കറി കൃഷിക്ക് വേണ്ടി ജോലി ചെയ്യാനോ തെങ്ങിന്റെ മൂട്ടിൽ വളമിടാനോ വെള്ളം ഒഴിക്കാനോ ഒക്കെ ഞാൻ തന്നെ മുൻപന്തിയിൽ നിൽക്കുക.
വേറെ ആരും ഇല്ല, പിന്നെ ആരാ ചെയ്യുന്നത്? എനിക്ക് അതൊക്കെ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. തെങ്ങിനോട് വർത്തമാനം പറയുക, അടുത്ത വർഷം നല്ലവണ്ണം കായ്ക്കണം കേട്ടോ. അതുപോലെ ഓരോ ചെടിയോടും ഞാൻ വർത്തമാനം പറയും. കാക്കയ്ക്ക് തീറ്റി കൊടുക്കും, എന്നിട്ട് കാക്കയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കാക്ക ഓടി വരും. ഇതൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൽ കിട്ടാവുന്ന, അതായത് പ്രകൃതിയും മനുഷ്യനും ഒത്തുപോകുന്നതിന്റെ ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുമ്പോഴുണ്ട്, കാക്കയെ വിളിക്കുമ്പോൾ കാക്ക അടുത്ത് വരിക, അത് തീറ്റ കൊടുക്കുന്ന അതിനറിയാം, അങ്ങനെയാണ് ഓടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുവാണെങ്കിൽ എത്ര കാക്കകളാണ് എന്റെ മുറ്റത്ത് വന്ന് ബഹളം വെക്കുന്നത്. ഞാൻ വന്നു എന്നുള്ള സന്തോഷമാണ് അവർ പങ്കിടുന്നത്. അപ്പൊ ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട്, നമ്മുടെ ചുറ്റുവട്ടവുമായിട്ട് ഒക്കെ മിനിങ്ങി ഇണങ്ങി പോകുമ്പോഴാണ് ഈ സൗഭാഗ്യമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ മലയാളി ഈ പോക്ക് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ഞാൻ വലിയ സങ്കടത്തോടെ ഓർക്കാറുണ്ട്.